ലൈംഗിക പീഡന ആരോപണത്തിൽ വിശദീകരണം നൽകാൻ വിളിച്ച വാർത്താ സമ്മേളനം അവസാന നിമിഷം ഒഴിവാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ. അടൂരിലെ വീട്ടിൽ മാധ്യമങ്ങളെ കാണാനായി വിളിച്ചു വരുത്തിയ ശേഷമാണ് അവസാന നിമിഷം ഈ വാർത്താ സമ്മേളനം ഒഴിവാക്കിയത്. നേതാക്കൾ ഇടപെട്ടതോടെയാണ് ഈ മാധ്യമങ്ങളെ കാണാനുള്ള തീരുമാനം റദ്ദാക്കിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളിയും പാലക്കാട് DCC ഓഫീസിൽ നിന്നും അരുൺ ആലത്തൂരും തിരുവനന്തപുരത്ത് വന്ന വി വിനീഷും ചേരുന്നു. ആദ്യം മിഥുൻ മുരളിയിലേക്ക്. മിഥുൻ മുരളി, അടൂരിലെ വീട്ടിൽ വാർത്താ സമ്മേളനം നടത്താൻ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തി എല്ലാവരും രാഹുൽ എന്തു പറയാൻ പോകുന്നു എന്നുള്ളത് കാത്തിരിക്കുമ്പോഴാണ് അവസാന നിമിഷം വാർത്താ സമ്മേളനം റദ്ദാക്കുന്നു. ഉന്നത നേതാക്കൾ ഇടപെട്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയത് എന്ന് പറയുന്നു. കൂടുതൽ വിശദാംശങ്ങൾ മിഥുൻ മുരളി. വിനോദ്, രാഹുലിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. രാഹുൽ രാജിവെക്കണമെന്ന ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു, വേണ്ട പ്രതിരോധിക്കാം. ഇടതിലെ പല നേതാക്കൾക്കുമെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിട്ടും രാജി ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാം എന്നുള്ള ഒരു അഭിപ്രായം ഒരു വിഭാഗത്തിനുണ്ടാകുന്നു. ഇങ്ങനെ കോൺഗ്രസിനുള്ളിൽ തന്നെ നേതാക്കന്മാർക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ടായി. അത് വലിയ ഭിന്നതയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ഒരു വാർത്താ സമ്മേളനം നടത്തി കൂടുതൽ വ്യക്തത വരുത്തുന്നതിനോ അല്ലെങ്കിൽ രാജി സന്നദ്ധത അറിയിക്കുകയോ രാജിക്ക് താല്പര്യമില്ലെന്ന് പറയുകയോ എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടം കടന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കും എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം തന്നെ ഒഴിവാക്കണം എന്ന് ചില നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേരിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഈ അവസാന നിമിഷം ഇന്ന് വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനം രാഹുൽ മാങ്കൂട്ടം ഒഴിവാക്കിയിരിക്കുന്നത്. ഇന്ന് 1 മണിക്കൂറോളമായി വൈകിട്ട് 3 മണി മുതലുള്ള സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടൂരിൻ്റെ വീടിന് മുന്നിൽ മുഴുവൻ മാധ്യമ പ്രവർത്തകരുമുണ്ട്. ഈ രാജി പ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു പ്രധാന ചോദ്യം. സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് രാഹുലിൻ്റെ രാജിക്കായി മുറവിളി ഉയരുന്നു. ഒരു ഉത്തരവാദിത്വ സ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകന് MLAക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിലധികം ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുലിന് നേരെ ഒന്നിനു പുറകെ മറ്റൊന്നായി ഉണ്ടാകുന്നു. രാജി ഓടിയേ തീരൂ എന്നുള്ള കാര്യം പൊതുസമൂഹത്തിൽ നിന്ന് വിവിധ സംഘടനകൾക്കിടയിൽ നിന്ന് പ്രതിഷേധമായി ഉയരുന്നു. ഒപ്പം കോൺഗ്രസിനുള്ളിലും ഇത് വലിയ പൊട്ടിത്തെറിയായി മാറിയ പശ്ചാത്തലത്തിലാണ് ഇന്ന് വൈകിട്ട് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കിയ ഒരു വാർത്താ സമ്മേളനം രാഹുൽ മാങ്കൂട്ടം വിളിച്ചു ചേർക്കുന്നത്. അതിലാണ് ഇപ്പോൾ അങ്ങനെയൊരു വാർത്താ സമ്മേളനം ഒഴിവാക്കിക്കൊണ്ടുള്ള അവസാന നിമിഷം ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിയിരിക്കുന്നത്. അതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ACC തലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിച്ച് ഇങ്ങനെയൊരു വാർത്താ സമ്മേളനവുമായി ഇപ്പോൾ മുന്നോട്ട് പോകേണ്ടതില്ല, ആദ്യം കൂടിയാലോചനകൾ നടക്കട്ടെ, പാർട്ടിക്കുള്ളിൽ കൂടിയാലോചനകൾ നടക്കട്ടെ, ഒരു തീരുമാനത്തിലെത്തട്ടെ. അത് ഈ രാജി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഉള്ളതാണെങ്കിൽ ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പാർട്ടി തലത്തിൽ ആദ്യം ഉണ്ടാകട്ടെ. അത് കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ ACC തലത്തിൽ തന്നെ ഒരു തീരുമാനം കൂടിയാലോചനകൾ ഉണ്ടാക്കാം. അതിനുശേഷം മാത്രം പൊതുവായ ഒരു അഭിപ്രായം മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിച്ചാൽ മതി എന്നുള്ള കാര്യം ACC തലത്തിൽ അടുത്ത തലത്തിലുള്ള ഒരു നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേരിട്ട് വിളിച്ച് അറിയിക്കുന്നു. അതുകൂടാതെ ചില പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇന്ന് മാധ്യമ സമ്മേളനം നടത്തുന്നത് ഒഴിവാക്കണം. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തത വരുത്താത്ത പല ചോദ്യങ്ങളുമുണ്ട്. മാധ്യമങ്ങൾക്ക് പല കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ഗൗരവകരമായിട്ടുള്ള പല വിഷയങ്ങൾക്കും രാഹുൽ ഇതുവരെയും വ്യക്തത വരുത്താതെ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പാർട്ടി തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിന് കാരണമാകും. പാർട്ടിക്ക് ഒരുപക്ഷെ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ മാറിപ്പോയേക്കാം. രാഹുൽ ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു വന്നേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നു. അടൂരിലെ വീട്ടിലേക്ക് എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തി. പക്ഷേ ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് അവസാന നിമിഷം വാർത്താ സമ്മേളനം ഒഴിവാക്കുകയാണ്. എന്തായാലും ഇതിനു പിന്നിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ട്. തീരുമാനങ്ങൾ എന്ത് കൈക്കൊള്ളണമെന്നതിനെ സംബന്ധിച്ച പാർട്ടിക്കുള്ളിൽ ഭിന്ന അഭിപ്രായം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. നേതാക്കൾ ഇടപെട്ട് വാർത്താ സമ്മേളനം ഒഴിവാക്കി എന്നുള്ള വിശദീകരണം ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ അതേസമയം നിർബന്ധിത ഗർഭഛിദ്രം നടത്തിയ സംഭവത്തിൽ രാഹുലിനെതിരെ പരാതി. പാലക്കാട്ടെ മഹിളാ മോർച്ച നേതാവ് അശ്വതി മണികണ്ഠനാണ് പരാതി നൽകിയത്. ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾ, ജില്ലാ വനിതാ സംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് നേരിട്ട് പരാതി നൽകിയത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഈ നിമിഷം വരെ രാഹുലിനെ പ്രതിരോധിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചിരുന്നത് രാഹുലിനെതിരെ എവിടെയെങ്കിലും പരാതിയുണ്ടോ? ചില ഓഡിയോ സന്ദേശങ്ങളും ചില വാട്സപ്പ് ചാറ്റുകളുമല്ലാതെ എവിടെയെങ്കിലും പരാതി ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. പക്ഷേ ആ ചോദ്യത്തിന് കൂടി ഇപ്പോൾ ഉത്തരം വരികയാണ്. കാരണം പരാതി ലഭിച്ചിരിക്കുന്നു.
ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾ, ജില്ലാ വനിതാ സംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ മഹിളാ മോർച്ച നേരിട്ട് പരാതി നൽകുന്നു. മഹിളാ മോർച്ചയുടെ പാലക്കാട്ടെ നേതാവ് തന്നെ ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ അരുണാലത്തൂർ. വിനോദ്, തീർച്ചയായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള നിരവധി ആരോപണങ്ങൾ, അതിൽ തന്നെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള ഒരു യുവതിയോട് ഗർഭചിത്രം ചെയ്യുന്നതിന് നിർബന്ധിക്കുന്ന ഓഡിയോ സന്ദേശം, ഈ ഓഡിയോ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് മഹിളാ മോർച്ചയുടെ പാലക്കാട്ടെ ഒരു നേതാവായ അശ്വതി മണികണ്ഠൻ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാന ദേശീയ ബാലാവകാശ കമ്മീഷനുകൾ, ഒപ്പം തന്നെ ജില്ലാ വനിതാ സംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ ഓഡിയോ സന്ദേശം നവമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, രാഹുലിനെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയില്ല എന്നുള്ളതായിരുന്നു ഏവരും പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. ഇപ്പോഴേതായാലും ഇതിലൊരു പരാതി ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, നമുക്കറിയാം ഈ നിർബന്ധിത ഗർഭചിത്രമൊക്കെ നടത്തുന്ന സമയത്ത് അതിന് ശരിക്കും പരാതിപ്പെടേണ്ട സാഹചര്യമില്ല. അത് സ്വമേധയാ കേസെടുക്കാവുന്ന കുറ്റമാണ് എന്ന തരത്തിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ തീർത്തും ഈ വിഷയത്തെ ലഘൂകരിക്കുന്നതിന് വേണ്ടി ഒരു പറയുന്ന വാക്കാണ് ഇതിൽ പരാതിയില്ലല്ലോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം എന്നുള്ളതാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങളിൽ കോൺഗ്രസ് അടിമുടി സമ്മർദ്ദത്തിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത തരത്തിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ എത്രയും പെട്ടെന്ന് രാജിവെക്കുകയാണെങ്കിൽ അത്രയും സമാധാനം എന്ന് കണക്ക് കൂട്ടിയിരിക്കുകയാണ്. പക്ഷേ രാഹുൽ ആണെങ്കിൽ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിക്കുകയുണ്ടായി. അതേസമയം തന്നെ ആ വാർത്താ സമ്മേളനം അവസാന നിമിഷത്തിൽ പിൻവലിച്ചു എന്നും പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ വാർത്താ സമ്മേളനം പോലും ക്യാൻസൽ ചെയ്തത് അത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അത് രാഹുലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അണിയറയിൽ വീണ്ടും ഇപ്പോഴും തുടരുകയാണോ എന്നുള്ള സംശയം ജില്ലയിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് പൊതുവിലേ ഉണ്ട്. കാരണം വി.ഡി. സതീശനായാലും ഷാഫി പറമ്പിലായാലും ഒക്കെ രാഹുലിനെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടേ ഇല്ല എന്ന് മാത്രമല്ല, ഇന്നും ഷാഫി പറമ്പിൽ രാഹുലിനെ ന്യായീകരിച്ചായിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചിരുന്നത് എന്നുള്ളത് കൂടി ഇതിൻ്റെയോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക എന്നുള്ള ഉറച്ച ആവശ്യം മണ്ഡലത്തിൽ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും കേരളത്തിലും പൊതുവെ ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. മാത്രമല്ല, പാലക്കാട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റുക എന്നുള്ളത് അവരെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അതിനുപരി രാഹുൽ എന്ന വ്യക്തി MLA ആയി തുടരുമ്പോൾ ഇത്തരം പ്രവർത്തികൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുമ്പോൾ അത് തീർച്ചയായും ആ MLA സ്ഥാനത്ത് തുടരാൻ ആ വ്യക്തിക്ക് യോഗ്യതയില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും അടിവരയിട്ട് വ്യക്തമാക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അരുണാലത്തൂർ, ഇതോടൊപ്പം തന്നെ ഈ പരാതി ലഭിച്ചു എന്നുള്ള വാർത്ത വരുന്നതിനൊപ്പം തന്നെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. രാഹുലിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച പെൺകുട്ടികൾ, അവരുടെ മൊഴികൾ അല്ലെങ്കിൽ അവരുടെ സംഭാഷണങ്ങൾ, അവരുടെ ടെലിഫോൺ ചാറ്റുകൾ, ഇതെല്ലാം പരിശോധിച്ച് വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അരുണാലത്തൂർ. തീർച്ചയായിട്ടും വിനോദ്, ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിരവധി ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേസെടുത്തത്. നമ്മൾ പറഞ്ഞു വെച്ചതും അത് തന്നെയായിരുന്നു. കാരണം ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയോട് ഗർഭചിത്രം നടത്താനൊക്കെ ഒരു വ്യക്തി നിർബന്ധിക്കുമ്പോൾ ആ വിഷയം ഒരിക്കലും ഒരു പരാതി കിട്ടിയിട്ട് കേസെടുക്കേണ്ട വിഷയമല്ല. ഒരു പരാതി ഇല്ലാതെ തന്നെ കേസെടുക്കാവുന്ന, സ്വമേധയാ കേസെടുക്കാവുന്ന വളരെ ഗുരുതരമായ കാര്യമാണ്. കാരണം ഭാരതത്തിൻ്റെ നിയമസംവിധാന പ്രകാരം ഇതിൽ ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് നിർബന്ധിച്ച് ഒരാളുടെ ഗർഭചിത്രം നടത്തുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് എന്നിരിക്കെയാണ് രാഹുൽ ഈ ഓഡിയോ സന്ദേശത്തിൽ കൃത്യമായിട്ട് ആ ഒരു യുവതിയോട് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി നിർബന്ധിക്കുന്നത് എന്നുള്ളതാണ്. നിർബന്ധിച്ചു എന്ന് മാത്രമല്ല, ആ യുവതിയെ അസഭ്യം പറയുന്നു, മർദ്ദിക്കുമെന്ന് പറയുന്നു. ഒരു ജനപ്രതിനിധി ഏതൊക്കെ തരത്തിൽ പെരുമാറാൻ പാടില്ല അത്തരത്തിലൊക്കെ ഒരു യുവതിയോട് പെരുമാറുന്ന രാഹുലിനെയാണ് ആ ഓഡിയോ സന്ദേശത്തിൽ കേൾക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടി രാഹുലിനെതിരെ വേണം എന്നുള്ളത് തന്നെയാണ് സമൂഹത്തിൽ ഒന്നടങ്കം ഉയരുന്ന
ആവശ്യം പ്രത്യേകിച്ച് BJPയും അതുപോലെ തന്നെ ഇടത് സംഘടനകളും ഒക്കെ ഉയർത്തുന്ന, ഇടത് പാർട്ടികളും ഒക്കെ ഉയർത്തുന്ന ആവശ്യവും അത് തന്നെയാണ്. കാരണം ഇത് നമുക്കറിയാം, ഇതിനു മുൻപ് ഇടതുപക്ഷ MLA-മാർ ഉൾപ്പെടെ സമാന രീതിയിൽ പീഡന കേസും മറ്റുമായൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ അത്തരത്തിലുള്ള നടപടികൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് തന്നെ PK ശശിക്കെതിരെ ലൈംഗിക പീഡന ആരോപണ പരാതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുകേഷ് കുമാർ എന്നുള്ള MLA, അതുപോലെ തന്നെ ഗണേഷ് കുമാർ MLA, അങ്ങനെ തുടങ്ങി നിരവധി ഇടതുപക്ഷ നേതാക്കൾക്കെതിരെയും സമാന രീതിയിലുള്ള പരാതികൾ മറ്റുമൊക്കെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് രാഹുലിനെ കുറച്ചുകൂടെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെ സ്ത്രീകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും ഈ രാഹുലിനുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത് മാത്രമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇന്നിപ്പോൾ KSUവിൻ്റെ ഏതാനും പ്രവർത്തകർക്ക്, വനിതാ പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്ന ഒരു സാഹചര്യം. ഏതായാലും ഈ സാഹചര്യത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഏതായാലും മഹിളാ മോർച്ച ഉൾപ്പെടെയുള്ള BJPയുടെ മഹിളാ മോർച്ച ഉൾപ്പെടെയുള്ള വനിതാ സംഘടനകൾ ഈ വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെ ആവശ്യപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ കൃത്യമായ നടപടി വേണമെന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ തൊട്ട് മുൻപ് ബ്രേക്ക് ചെയ്ത വാർത്തയാണ്, ഈ അശ്വതി മണികണ്ഠൻ എന്ന പാലക്കാട്ടെ ഒരു മഹിളാ മോർച്ച നേതാവ് ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായിട്ട് വിവിധ ഇടങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളത്. ഏതായാലും ഈ ഘട്ടത്തിൽ ഇതിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശ്വാസവും സന്തോഷവും നൽകുന്ന വാർത്തയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ കൃത്യമായ നടപടി രാഹുലിനെതിരെ വേണം എന്നുള്ളൊരു ആവശ്യം ശക്തമായിട്ട് ഉയരുന്ന സ്ഥിതി തന്നെയാണ് ഉള്ളത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ രാഹുലിൻ്റെ MLA സ്ഥാനം എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല, MLA സ്ഥാനത്ത് രാഹുൽ എന്തുകൊണ്ട് തുടരുന്നു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്ന സാഹചര്യമാണ്. രാഹുൽ ഈ ഒരു 4 മണിയോടെ മാധ്യമങ്ങളെ കാണുമെന്നറിയിച്ചപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് രാഹുൽ രാജി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. കാരണം നേരത്തെ സമാന രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനം രാജിവെക്കുന്നു എന്നുള്ളത് പറയുന്നതിന് വേണ്ടി വാർത്താ സമ്മേളനം വിളിച്ചതിന് ശേഷമാണ് രാജിവെക്കുന്നു എന്നുള്ള കാര്യം രാഹുൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ MLA സ്ഥാനത്ത് തുടരുന്നതിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ രാഹുൽ രാജിപ്രഖ്യാപനം നടത്തുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും ആ രാജിപ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ രാഹുലിന്റെ രാജി ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ രാഹുൽ രാജിവെക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. BJP വരുന്ന തിങ്കളാഴ്ച, അതായത് നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ പാലക്കാട് നഗരത്തിൽ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾക്ക് വേണ്ടി അവർ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ രാഹുലിന്റെ രാജി ഇല്ലെങ്കിൽ ശക്തിയുക്തം രാഹുൽ രാജിവെക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നുള്ളതാണ്. പാലക്കാട് കാലുകുത്താൻ ഏതായാലും രാഹുലിനെ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിലാണ് യുവമോർച്ച BJP പ്രവർത്തകർ. ഒപ്പം ഇടത് പാർട്ടികളും സമാന കാര്യമായി പറയുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA ഏതായാലും ഇനി പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ തീരുമാനത്തിലാണ്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വലിയ തലവേദനയായിട്ട് ഇപ്പോഴും തുടരുന്നു. ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ എത്രയും പെട്ടെന്ന് രാജിവെച്ച് ആ നാണക്കേടിൽ നിന്നും പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പാർട്ടിയെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്നതിൽ നിന്നും മാറുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ പ്രധാനമായിട്ടും പറയുന്നത്. അതേസമയം തന്നെ ഈ VD സതീശനും ഷാഫി പറമ്പിലും ഒക്കെ രാഹുലിനെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ വലിയ രീതിയിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസിനകത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ വ്യക്തിയെ വലിയ രീതിയിൽ അവർ കൊണ്ടുപിടിച്ച് തലയിൽ വെച്ച് നടന്ന് ലാസ്റ്റ് അവർ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ വലിയ തലവേദനയായി തന്നെ മാറിയിരിക്കുന്നു. രാഹുലിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോലും പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം.